പരശുരാമൻ കേരളം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കഷ്ടപ്പാടും വല്ലാതെ കണ്ട് കൂടുതലായി കഴിഞ്ഞപ്പോൾ അന്ന് രാജാക്കന്മാർ, അതായത് രാജാക്കന്മാരെ ദേശത്തെ ഒരു സഭ കൂടി തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഈ ദാരിദ്ര്യം തീരാൻ ഈ ഭഗവതി ദേവിയെ സേവിച്ചുകൊണ്ട് തീരുമാനിക്കുകയും അന്നത്തെ മഹാരാജാക്കന്മാർ അതിനു വേണ്ടി തിരഞ്ഞെടുത്ത് വലയുന്നു ഭട്ടതിരി എന്ന് പറയുന്ന ഊരകത്ത് താമസിച്ചിരുന്ന വലയുന്നു ഭട്ടതിരിയാണ്. അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വരുന്ന തിരുമേനിയെയും നായരെയും കൂട്ടി നേരെ കാഞ്ചീപുരത്തേക്ക് പോവുകയും കാഞ്ചീപുരത്ത് നിന്ന് ഭജിച്ച് ഭഗവതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, എൻ്റെ കൂടെ വരണം, എനിക്ക് കേരളത്തിലേക്ക് വരണം, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ട്, അതുകൊണ്ട് കേരളത്തിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ നടന്നോളൂ തിരുമനസ് നടന്നുണ്ട് പിന്നാലെ. അപ്പം എന്താണ് തെളിവ് വരാമെന്ന് നടന്നോളൂ ഇല്ലത്ത് പോലെ പോകോളൂ പറയണം. അങ്ങനെ ഇല്ലത്ത് ഇന്ന ഊരകത്ത് അമ്പലം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അന്ന് പലയന്നൂർ ഇല്ലമായിരുന്നു. ആ ഇല്ലത്തിൻ്റെ കിഴക്കേ വശത്ത് അദ്ദേഹം ചൂടിയിരുന്ന കൊട അവിടെ ഒരു സ്ഥലത്ത് വയ്ക്കുകയും അവിടെ നിന്ന് വടക്ക് വശത്തുള്ള കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അകത്തു നിന്ന് ഒരു ഉണ്ണി ഓടി വന്നിട്ട് പറയണത്, അമ്മയെ വടി തിരിയണു എന്ന് പറയണത്. അപ്പോൾ ഓടി വന്ന് അന്തർജനം നോക്കിയപ്പോൾ കുടങ്ങനെ അത് ഓലക്കുടയായിരുന്നു, അത് തിരിയണു. ആ തിരിയുന്ന കണ്ടിട്ട് അങ്ങനെയാണ് അത് ഊരകത്ത് അമ്മ തിരുവടി വടി തിരിയണു എന്ന് പറഞ്ഞത് ലോപിച്ചപ്പോൾ അമ്മ തിരുവടിയായി. അങ്ങനെയാണ് ഊരകത്ത് അമ്പലം ഉണ്ടായതും. ആ ഇല്ലം ഇരുന്നിരുന്ന സ്ഥലം പൊളിച്ച് അമ്പലം പണിയാൻ പറഞ്ഞ് ആ ഭട്ടതിരി പാടുന്നത് നേരെ വടക്കോട്ട് പൊക്കോളാൻ പറയുന്നത്, സന്ധ്യയ്ക്ക് വിളക്ക് കാണുന്ന ദിക്കിൽ കയറിക്കോളാൻ പറയുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ പാലക്കാട് ജില്ലയിലുള്ള പൂമുള്ളി മനക്കാർ അവിടെ എത്തുകയും അവിടുത്തെ ഒരു നമ്പീഷൻ മീൻസ് പൂന്നുള്ളി മാല കെട്ടുന്ന ഒരു ഇല്ലത്തേക്ക് കയറി ചെല്ലുകയും അദ്ദേഹം അവിടുത്തെ ആ ഉള്ള സ്വത്ത് മുഴുവൻ ഈ തിരുമനസിന് കാക്കൽ വെച്ച് ദാനം ചെയ്ത് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന പൂമുള്ളി മണിയായത്. പൂനുള്ളിയല്ല, പൂമുള്ളി മണിയായി ലോപിച്ച്. ഊരകത്ത് അമ്മ കാഞ്ചീപുരത്ത് വന്നത് ഓലക്കുടയിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഓലക്കുടയുടെ പ്രാധാന്യം ഇന്നും നിത്യം ശിവയിരിക്കും. പട്ടുകുടയുടെ ഉള്ളിൽ അതിൻ്റെ സാന്നിധ്യം ഇന്നുണ്ട്. പട്ടുകുട എഴുന്നള്ളിച്ച ആനയ്ക്ക് പട്ടുകുട പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓലക്കുട ഫിറ്റ് ചെയ്ത് അതുമേ സ്വർണം കൊണ്ടുള്ള കുതിരപ്പവൻ പഴയകാലത്ത് 36 അത് പിന്നെ ഇപ്പോൾ ആ 36 വിൽക്കാശിൻ്റെ ഇതിൽ അതിനനുസരിച്ച് അവർ അളികളിടും ഓലക്കുടയ്ക്ക്. 1-ന് 4 അളി വെച്ചിട്ട് അങ്ങനെ 100 ചില്ലാനം മളികളിട്ടിരുന്ന ആ ഓലക്കുട പച്ചില നാഴിയിൽ ഉണ്ടാക്കിയതാണ്. അത് ഇന്നത്തെ കാലത്ത് പണിയാനൊക്കെ ആളുകൾ വളരെ കുറവാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്നാലും ഓലക്കുട ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഉണ്ടാക്കിച്ച് ഉണ്ട്. ഇപ്പോഴും നല്ല ഇതാണ്. ഓലക്കുട ഇല്ലാതെ കൊണ്ട് ഭഗവതി ഒരു ദിക്കിലേക്കും പോവില്ല. അത് ഇന്നുള്ളതല്ല, അത് ഓലക്കുടയിൽ വരെ കാരണം. അതാണ് എൻ്റെ പ്രാധാന്യം. ഈ ഊരകത്തമ്പലം ഇപ്പോൾ മഹാരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അധീനതയാണ്. ഒരു കാലത്ത് സമൃദ്ധിയും സമ്പത്തും എല്ലാം ധാരാളം ഉണ്ടായിരുന്ന കാലത്ത് കൊച്ചി മഹാരാജാവ് ഷൊർണൂർ വരെ വന്ന റെയിൽപാതയോട് വന്നപ്പോൾ അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പറയുകയുണ്ടായി, കൊച്ചി വരെ നീട്ടിത്തരണം റെയിൽവേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വത്തുകളൊന്നുമില്ല, കാശില്ല, അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ മഹാരാജാവ് എന്ത് തന്നാൽ അത് ഞങ്ങൾ നോക്കാമെന്ന് പറയണം. അങ്ങനെയാണ് ഊരകത്തുണ്ടായിരുന്ന 7 ആനയുടെ തലയിൽ കെട്ടി 6 എടുക്കുകയും തൃപ്പൂണിത്തുറയിൽ നിന്ന് എടുക്കുകയും ചെയ്തിട്ട് അത് ഉരുക്കി വിറ്റ പണമാണ് കൊടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഷൊർണൂർ ടു കൊച്ചി വരെയുള്ള റെയിൽപാത ഉണ്ടായത്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഇന്നും ഗവൺമെൻറ് ഊരകത്തമ്മ മകീരം പുറത്തേക്ക് എടുക്കുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അതൊരു
കൺകുളിച്ച് കാണേണ്ട കാഴ്ചയാണ് ആ ഭഗവതിയോടുള്ള ബഹുമാനം ഇന്നും ഗവൺമെൻറ് നടത്തി വരുന്നത്.